ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനൊരു പപ്പായ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പപ്പായയാണ്. പപ്പായ ഞാനിവിടെ 1 കപ്പ് പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ബീറ്റിലിട്ട് വേണം മിക്സ് ചെയ്യാൻ. ലോ ആയിട്ട് മാത്രമേ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ, ഹൈ സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ 1 സ്പൂണോ മിക്സ് വെച്ചിട്ടായാലും മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പപ്പായാണ് ഞാൻ ആഡ് ചെയ്തത്. പപ്പായ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. ഇതുപോലെ തന്നെ കുറച്ചായിട്ട് വേണം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായത്. ബാക്കിയുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് കോൺഫ്ലോർ ആണ്. 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മോൾഡിലേക്ക് മാറ്റി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് പേപ്പർ കപ്പ് മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത കടായിലേക്ക് ഇറക്കി വെച്ച് 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ മിൽക്ക് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മിൽക്ക് സിറപ്പാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ ക്രീമും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്താണ് ഈ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് പിസ്താഷ്യം കുറച്ച് ഡ്രൈ റോസും കൂടെ ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതില്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതിയാകും. അങ്ങനെ നമ്മുടെ പപ്പായ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്നൊരു മിൽക്ക് കേക്കാണിത്. ആരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.